എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ ദുഃഖത്തോടു കൂടിയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു യോഗത്തിൽ ഞാൻ സംസാരിക്കുന്നത്. കാരണം ഒരു വർഷം മുമ്പ് സലീഷിന്റെ മരണവും ആ മരണത്തോടനുബന്ധിച്ച് നടന്ന ശവസംസ്കാര ചടങ്ങിലുമെല്ലാം പൂർണ്ണ സമയം ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എത്രമാത്രം ആളുകൾക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു സലീഷ് എന്നുള്ളത് എനിക്ക് നേരിട്ട് ബോധ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പലപ്പോഴും ആളുകൾ അല്ലെങ്കിൽ ആ പാർട്ടിയിലുള്ള ആളുകൾ സ്നേഹിക്കുക അല്ലെങ്കിൽ വലിയൊരു ആത്മബന്ധം ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രത്യേകതയുള്ള കാര്യമല്ല. പക്ഷെ ഒരു പൊതുപ്രവർത്തകനെ ജനങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഓരോ പൊതുപ്രവർത്തകന്റെയും ജീവിതം അളക്കുമ്പോൾ നമ്മളെ മാറ്റുരച്ച് നോക്കി പഠിപ്പിക്കുന്നത്. സലീഷ് ഈ ജില്ലയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു നേതാവൊന്നുമല്ല. യുവമോർച്ചയിൽ നേരത്തെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. BJPയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു. വിവിധ ക്ഷേത്ര സംഘടനകളിൽപ്പെട്ട നിരവധി ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു. നിരവധി ആധ്യാത്മിക കാര്യങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. പക്ഷേ ജില്ല മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഉന്നതനായ നേതാവൊന്നുമല്ല. പക്ഷെ മറ്റു പല നേതാക്കന്മാർക്കും ലഭിക്കാത്ത ഒരു സ്വീകാര്യത സലീഷിന് സ്വന്തം നാട്ടിലും പരിസര പ്രദേശങ്ങളിലും ജനങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു അതിശയോക്തിയായിട്ടൊരു ചരമവാർഷികത്തിൽ ഞാൻ പറയുന്ന വാക്കുകളല്ല, എൻ്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ പറയുന്ന വാക്കുകൾ. സലീഷിനെ കുറച്ചു കാലമായിട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ അടുത്ത് അറിയുന്നത് 2018 ശബരിമല സമരകാലത്താണ്. അന്ന് നമ്മളെല്ലാവരും ശബരിമലയിലെ സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ പിണറായി വിജയൻ സർക്കാരിന്റെ ശബരിമല വേട്ടയ്ക്കെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടത്തിലായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് അന്ന് സ്വമേധയാ തെരുവിലിറങ്ങിയത്. ആദ്യം നാമജപ ഘോഷയാത്രകളായി തുടങ്ങിയ ആ ജനകീയ മുന്നേറ്റം പിന്നീട് വലിയ നിയമലംഘന സമരങ്ങളിലേക്ക് കടന്നു പോകുന്നത് നാം കണ്ടു. ആ ഘട്ടത്തിൽ എല്ലാ സമയത്തും സലീഷ് കേരളം മുഴുവൻ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു ഐക്കൺ, ഒരു സമരത്തിന്റെ ഒരു ഐക്കണായിട്ട് പ്രവർത്തിച്ചു എന്നതാണ്. എത്രയോ തവണ സന്നിധാനത്ത് വെച്ച് ഉണ്ടായ പ്രശ്നങ്ങളിലെല്ലാം സലീഷിന്റെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. എത്രയോ ദിവസങ്ങളോളം വീട് വിട്ട് അദ്ദേഹം ആ പ്രക്ഷോഭത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. ഇവിടെ അയോധ്യയിൽ പോകുന്നതിനെ കുറിച്ച് ഷീജ പറഞ്ഞു. ഞാന് സാധാരണ നവരാത്രി കാലങ്ങളിൽ എല്ലാം മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നതാണ്. എപ്പോ അവിടെ ചെന്നാലും സലീഷിന്റെ സാന്നിധ്യം അവിടെ നിരന്തരമായിട്ട് കാണാൻ കഴിയും. ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു മൂകാംബികയിലോ ശബരിമലയിലോ മാത്രമല്ല, ആളുകൾ കൂടുന്ന എല്ലായിടത്തും, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എല്ലായിടത്തും സലീഷ് ആ ഒരു എടുപ്പും ആ ഒരു എന്താ പറയാ തലയെടുപ്പൊക്കെ കാണാൻ അയാൾ എവിടെയും നോട്ട് ചെയ്യപ്പെടും. ഇത് ആരാണെന്ന് ആൾക്കാർ ചോദിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് ധാരാളം ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നേക്കാൾ കൂടുതൽ സലീഷിനെ അടുത്തറിയുന്നവരാണ് നിങ്ങളെല്ലാവരും. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, മരണാനന്തരം ചൊരിയുന്ന ഒരു ക്ലീഷേ അല്ലെങ്കിൽ ഒരു ഭംഗി വാക്കല്ല. സലീഷ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സാധാരണ ജീവിത നിലവാരത്തിൽ പ്രവർത്തിച്ചത്, അല്ലാതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചതല്ല. ഒരു ചെറിയ കുടുംബത്തിൽ, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് കഷ്ടപ്പാടുകളോടെല്ലാം മല്ലിട്ട് ജീവിതത്തിൽ പൊരുതിയാണ് അദ്ദേഹം ഈ സ്ഥാനങ്ങളിലെല്ലാം എത്തിയത്. അത് ആരെങ്കിലും അദ്ദേഹത്തിന് വെച്ച് നീട്ടിക്കൊടുത്തതല്ല, അദ്ദേഹം നേടിയെടുത്തതാണ് ആ സ്വാധീനവും ജനപിന്തുണയും എന്നുള്ളത്.
തീർച്ചയായിട്ടും എല്ലാ പാർട്ടി പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും BJP-ക്കാർക്ക് മാത്രമല്ല പൊതുപ്രവർത്തകർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാതൃകയായിട്ട് നമുക്ക് കണക്കാക്കാനാവുന്നതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അവസരത്തിൽ തയ്യാറാവുകയാണ്. ഒരു കൊല്ലം മുമ്പാണ് സലീഷ് നമ്മെ വിട്ടുപോയത്. ആ ഒരു കൊല്ലത്തിന് ശേഷവും സംസ്ഥാനത്ത് നിരവധി കാര്യങ്ങൾ നടന്നു. രാഷ്ട്രീയം മുമ്പോട്ട് പോയി. ഭാരതീയ ജനതാ പാർട്ടിയും അനുബന്ധ പ്രസ്ഥാനങ്ങളും സലീഷിന്റെ വേർപാടിന് ശേഷവും കേരളത്തിൽ അനുസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അനുസ്മരണ യോഗമായതുകൊണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാനാവില്ല. ഞാനിവിടെ വന്നു കയറുമ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് എന്റെ മുൻ പ്രാസംഗികൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് മാത്രമായിരിക്കും നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് പൊതുശത്രുവിനെ നേരിടേണ്ട സന്ദർഭത്തിൽ പാകിസ്ഥാൻ നടത്തിയ അതിഭീകരവും പൈശാചികവുമായ ആ ആക്രമണത്തെയും തുടർ നടപടികളെയും അതിന് സാധൂകരണം നൽകുന്ന നിലയിൽ നമ്മുടെ രാജ്യത്തെ ചില ആളുകൾ സംസാരിക്കുന്നു എന്നുള്ളതാണ് ആ ഭീകരാക്രമണത്തിനേക്കാൾ വലിയ ഭീകരത. നമ്മുടെ വിദേശകാര്യ മന്ത്രി ആദ്യത്തെ പാകിസ്ഥാന് നേരെ നടന്ന തിരിച്ചടിക്ക് ശേഷം വീണ്ടും ഞങ്ങൾ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ള ഒരു പ്രസ്താവന. ഈ രാഹുൽ ഗാന്ധി ഏത് ലോകത്ത് ജീവിക്കുന്ന ആളാണ്? രാഷ്ട്രീയത്തിന്റെയോ നാടിന്റെയോ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ബാലപാഠമെങ്കിലും പഠിക്കാത്ത ഒരാളുണ്ടാവും നമ്മുടെ നാട്ടിൽ. അതേ വിദേശകാര്യമന്ത്രിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി കൊടുത്തില്ലേ? ഏത് ലോകത്തെ നേതാവാണ്? പാകിസ്ഥാനെതിരായി ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഒരു രഹസ്യമായ കാര്യമായിരുന്നു. ഇന്ത്യയിൽ എന്ത് രഹസ്യ വിവരമാണ് അതിലടങ്ങിയിട്ടുള്ളത്? ഭീകരാക്രമണം നടന്ന ഉടനെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് നാം എല്ലാവരും കേട്ടതാണ്. ആ മണ്ണിൽ തന്നെ വന്ന് ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യും, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭീകരമായ പ്രതികാരമായിരിക്കും എന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞ കാര്യമല്ലേ? നമ്മുടെ സൈന്യാധിപന്മാരെല്ലാവരും തിരിച്ചടിക്ക് തയ്യാറാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമല്ലേ? എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, വിദേശകാര്യമന്ത്രി എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിമാനം എത്ര തകർന്നിട്ടുണ്ട്? ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സമ്മതിക്കുന്നു, പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ സമ്മതിക്കുന്നു, അവരുടെ വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളിൽ അടക്കം നമ്മുടെ മിസൈലുകൾ ചെന്ന് പതിച്ചു. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ലോകത്ത് മറ്റ് പല വൻകിട രാജ്യങ്ങളെക്കാൾ വലിയ സന്നാഹങ്ങളുള്ളതാണ്. അവിടുത്തെ വലിപ്പമായാലും അതിലെ വിമാനങ്ങൾ സംഭരിച്ചു വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അതിന്റെ ക്രമീകരണങ്ങളായാലും എല്ലാം വലിയ പ്രതിരോധ മേഖല, വ്യോമ പ്രതിരോധ സംവിധാനമാണ് പാകിസ്ഥാൻ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് കയറി നമ്മുടെ പട്ടാളത്തിന് അവിടെ ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഇന്ത്യ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോഴും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തെളിവുകൾ ചോദിക്കുകയാണ്. പുൽവാമയിലെ ഭീകരാക്രമണം, അതിനുശേഷം നടന്ന നമ്മുടെ തിരിച്ചടിയെ കുറിച്ച് തെളിവുകൾ ചോദിച്ച അതേ ചോദ്യമാണ് ഇപ്പോഴും പഹൽഗാം തിരിച്ചടിക്ക് ശേഷവും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു വിവരക്കേടായിട്ട് കാണാൻ മാത്രം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വെറും വിവരക്കേടല്ല. രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സോറോസുമായുള്ള ബന്ധമായാലും വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യമായാലും
ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന വൈദേശിക ശക്തികളുടെ പണം പറ്റി ഇവിടെ പ്രചാരവേല നടത്തുന്ന കാര്യത്തിലായാലും കഴിഞ്ഞ കുറച്ചു കാലമായി രാഹുൽ ഗാന്ധിയും കൂട്ടാളികളും നിരന്തരമായി ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വിരുദ്ധ മനോഭാവമാണ് രാഹുൽ ഗാന്ധിയെ നയിക്കുന്ന ചേതോ വികാരം. എവിടെയെല്ലാം ഇന്ത്യ അപകീർത്തിപ്പെടുത്താൻ കഴിയുമോ അവിടെയെല്ലാം രാഹുൽ ഗാന്ധിയും സംഘവും ഇന്ത്യ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ജനാധിപത്യമില്ല, തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ശരിയല്ല, ഇന്ത്യയിൽ മതേതരത്വമില്ല, ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു തുടങ്ങിയ നാറിപ്പൊളിച്ച ആരോപണങ്ങൾ ലോകവേദികളിലെല്ലാം ചെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് ഇന്ത്യയുടെ ഓമനപുത്രനാണ്, പ്രതിപക്ഷ നേതാവാണ്, സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവാണെന്നൊക്കെയാണ്. പക്ഷെ ഇന്ത്യക്കെതിരായിട്ടുള്ള രക്തവും ഇന്ത്യക്കെതിരായിട്ടുള്ള മജ്ജയും മാംസവുമാണ് രാഹുൽ ഗാന്ധിയുടെ ശരീരത്തിലുള്ളത് എന്ന് തെളിയിക്കുന്നതാണ് ഓരോ നടപടിയും. ശശി തരൂരിനോട് എങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി രാഹുൽ ഗാന്ധി കാണിക്കേണ്ടതായിരുന്നു. മോദി പറഞ്ഞതും ഈ രാജ്യം പറഞ്ഞതും നമ്മുടെ സർവ്വസൈന്യാധിപൻ പറഞ്ഞതും 3 പട്ടാള തലവന്മാര് പറഞ്ഞതും വിശ്വാസയോഗ്യമല്ലെങ്കിൽ സ്വന്തം MP ആയിട്ടുള്ള തരൂരിനോടെങ്കിലും രാഹുൽ ഗാന്ധി ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിരുന്നു. ലോകം എങ്ങനെയാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയോട് കാണിക്കുന്ന സമീപനം? വ്യാജ പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങൾ, ഇന്ത്യയുടെ അഭിമാനത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന പ്രചാരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ രാഹുൽ ഗാന്ധിയും കൂട്ടാളികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായി കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയെയും അതിന്റെ നേതാവിനെയും അപകീർത്തിപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളെയും കണ്ണിലെണ്ണയൊഴിച്ച് രാജ്യാതിർത്തികൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ധീര ജവാന്മാരെയും ആക്ഷേപിക്കുന്നതിലൂടെ നിങ്ങൾ ഈ നാടിനെതിരായിട്ടുള്ള ഛിദ്രശക്തികളുടെ കയ്യിലെ കളിപ്പാവയായി മാറുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കോൺഗ്രസ് പാർട്ടിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട പല പ്രതിപക്ഷ കക്ഷികളും ഈ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ വിവരമുള്ളവരൊക്കെ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. രാഹുൽ ഗാന്ധിയുടെ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒന്നായിട്ടുള്ള NCPയുടെ അധ്യക്ഷൻ ശരത് പവാർ പറഞ്ഞു, നിങ്ങൾ ഈ മാതിരി ചർച്ചകൾ ഈ രാജ്യത്ത് നടത്തരുത്. പാർലമെന്റിന്റെ സംയുക്ത യോഗം വിളിച്ച് ഇത്തരം കാര്യങ്ങൾ, രഹസ്യമായ കാര്യങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കാം, പക്ഷെ പാർലമെന്റ് വിളിച്ചു ചേർത്ത് സൈനിക രഹസ്യങ്ങളെല്ലാം വിളമ്പണം എന്ന് പറയുന്നത് അവിവേകമാണ് എന്ന് പരസ്യമായി പറയാൻ NCPയുടെ തലവൻ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശരത് പവാർ അടക്കം തയ്യാറായി. നമ്മുടെ നാട്ടിൽ സൈബർ ലോകം നിങ്ങൾ പരിശോധിച്ചാൽ ഈ പഹൽഗാം ഭീകരാക്രമണവും ഇന്ത്യയുടെ തിരിച്ചടിക്ക് ശേഷവും സംസ്ഥാനത്തെ ഇടത് വലത് പ്രമുഖരുടെ എല്ലാം പ്രൊഫൈലുകൾ നിങ്ങൾ നോക്കിയാൽ ഇന്ത്യയുടെ നിലപാടിനെതിരായിട്ടുള്ള വ്യാപകമായ കള്ളപ്രചാരണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾ അവർക്ക് കണക്കറ്റ മറുപടി നൽകുമെന്നുള്ള കാര്യത്തിൽ ഈ രാജ്യത്ത് ആർക്കും തന്നെ സംശയമില്ല. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു സർക്കാർ 9 വർഷം പൂർത്തിയാക്കുന്നതിന്റെ വാർഷികമാണ് അടുത്ത ദിവസത്തിലൂടെ വരുന്നത്. എനിക്ക് കേരളം ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നലെ സുപ്രീം കോടതിയിൽ പ്രധാനപ്പെട്ട ഒരു കേസിൽ കേരളത്തിനെതിരായിട്ടുള്ള വിധി വന്നിരിക്കുന്നു. ഇവിടെ ആരും അത് ചർച്ച ചെയ്ത് കാണുന്നില്ല. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ച എല്ലാ വാദമുഖങ്ങളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശത്തൊക്കെ കോൺഗ്രസുകാരും കേരള കോൺഗ്രസുകാരും എല്ലാം കുറച്ചു കാലമായി മുല്ലപ്പെരിയാറിന്റെ പേരിലുള്ള വലിയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാരും ഇത് കണ്ടില്ല. ഇന്നലത്തെ സുപ്രീം കോടതി വിധി സമ്പൂർണമായിട്ട് തമിഴ്നാടിന് അനുകൂലമായിട്ടുള്ള വിധിയാണ്. തമിഴ്നാട് എന്തെല്ലാം വാദങ്ങളാണോ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്, ആ വാദങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്ന വിധിയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കേരളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തോറ്റുകൊടുക്കുകയായിരുന്നു.
എന്താണ് കേരളം സുപ്രീം കോടതിയിൽ ഏത് കാര്യത്തിനാണ് ലിറ്റിഗേഷന് പോയിട്ടുള്ളത്? മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ കേരളത്തിനുള്ള അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളം സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. എന്നാൽ അതിന് തികച്ചും ഘടകവിരുദ്ധമായിട്ടുള്ള വിധിയാണ് ഇന്നലെ വന്നിരിക്കുന്നത്. അവർക്ക് അനുബന്ധമായ ഡാം ബലപ്പെടുത്താനുള്ള വിധി സുപ്രീം കോടതി അവർക്ക് നൽകിയിരിക്കുകയാണ്. ആ ഡാമിനോടനുബന്ധിച്ചുള്ള മരങ്ങൾ എല്ലാം വെട്ടിമാറ്റിക്കൊടുക്കാൻ ഒരാഴ്ച കൊണ്ട് വെട്ടിമാറ്റിക്കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമായിട്ടുള്ള മുല്ലപ്പെരിയാറിൽ സംസ്ഥാനത്തിന് സ്വന്തമായി ഡാം വേണമെന്നുള്ള ആവശ്യത്തെ സമ്പൂർണമായി നിരാകരിക്കുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഒരക്ഷരം അതിനെക്കുറിച്ച് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ല. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമായി ഇതിനെ വലിച്ചിഴയ്ക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നേയില്ല. എന്നാൽ ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കണമെന്നുള്ള കേരളത്തിന്റെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവിടെ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ്? അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനാണ്. കേരള മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി സ്റ്റാലിന്റെ ആതിഥേയത്വം സ്വീകരിച്ച് രാഷ്ട്രീയ പ്രചരണം, കട്ടിംഗ് സൗത്ത്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ഒരു ചേരി ഇന്ത്യക്കെതിരായി ഉണ്ടാക്കണമെന്നുള്ള MK സ്റ്റാലിന്റെ രാഷ്ട്രീയത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ആളാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൈക്കം സത്യാഗ്രഹ സമരത്തിന് പോലും ഒരു ബന്ധവുമില്ലാത്ത DMK-യുടെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചുകൊണ്ടുവന്ന് ആദരിച്ചിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദിക്ക് അത്ര വലിയ ആത്മബന്ധമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായിട്ടുള്ളത്. എന്തുകൊണ്ട് രാഷ്ട്രീയമായ ഒരു പരിഹാരം കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. തമിഴ്നാടിന്റെ അപ്രമാദിത്വം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആ അപ്രമാദിത്വം അംഗീകരിച്ചു കൊടുക്കുകയാണ് ഇന്നലെ കോടതിയിൽ നമ്മുടെ അഭിഭാഷകന്മാർ ചെയ്തത്. ഇന്നലെയല്ല, കുറച്ച് കാലങ്ങളായിട്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ നിയമവകുപ്പ്, കേരളത്തിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകന്മാരെല്ലാവരും കേരള താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് നിലകൊള്ളുന്നത്. അത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അറിയാതെയല്ല. സ്റ്റാലിന്റെ താല്പര്യങ്ങളാണ് കേരളത്തിലെ 4.5 കോടി മലയാളികളെക്കാൾ കൂടുതൽ പിണറായി വിജയന് പ്രധാനപ്പെട്ടതെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഉയർന്നു വരുന്ന രാഷ്ട്രീയ ചോദ്യം. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, എന്തുകൊണ്ടാണ് ഇവിടുത്തെ മറ്റ് UDF നേതാക്കന്മാർ, LDF-ലെ മറ്റ് നേതാക്കന്മാർ ഈ കാര്യത്തിൽ കേരള താല്പര്യം സംരക്ഷിക്കാത്തത്? കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണം നടത്തുന്ന ആളുകൾ തമിഴ്നാടിന്റെ താല്പര്യം സംരക്ഷിക്കാൻ സുപ്രീം കോടതിയിൽ കേരളം തോറ്റുകൊടുത്തതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ഒട്ടേറെ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കേരളത്തിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരളം മുഴുവൻ അരാജകത്വമല്ല നടക്കുന്നത്. പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ദളിതുകളുടെയും അവകാശങ്ങളെ പറ്റി വാദോരാതെ സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, സ്ത്രീ വിമോചനത്തെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു ദളിത് പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് ഒരു പരാതി പറഞ്ഞിട്ട് എന്ത് ദുരനുഭവമാണ് ആ സ്ത്രീക്ക് ഉണ്ടായതെന്നുള്ളത് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. വടക്ക് നോക്കി യന്ത്രങ്ങളെ പോലെ വടക്കേ ഇന്ത്യയിലേക്ക് മാത്രം നോക്കി സംസാരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരോ മുഖ്യമന്ത്രിയോ കേരളത്തിലൊരു ദളിത് പെൺകുട്ടിക്ക് ഈ ദാരുണമായ അവസ്ഥ ഉണ്ടായതിനെ കുറിച്ച് ഒരക്ഷരം സംസാരിക്കുന്നേയില്ല. ചോദ്യങ്ങളില്ല, ഒരു ചോദ്യത്തിനും ഉത്തരങ്ങളില്ല. കേരളത്തിലെ ജനങ്ങൾ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. തൊഴിലില്ലായ്മ പെരുകുന്നു, കടക്കെണിയിലായി, കൃഷിയും വ്യവസായവും തകർന്നു, കുടിവെള്ളം തന്നെ നഷ്ടമായി,
കേന്ദ്രം നൽകുന്ന പദ്ധതികളെല്ലാം അട്ടിമറിക്കപ്പെടുന്നു. ആയുഷ്മാൻ ഭാരത് പോലും സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. കേന്ദ്ര പദ്ധതികളെല്ലാം ഇവിടെ അട്ടിമറിക്കുന്നു. കേരളത്തിന് വേണ്ടി സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ കേരള സർക്കാരിന്റെ കയ്യിൽ കാശില്ല, പദ്ധതികളുമില്ല. പക്ഷെ നൂറുകണക്കിന് കോടി രൂപ ചെലവഴിച്ച് മുഖ്യമന്ത്രി 9ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. 100 ദിവസമായി നമ്മുടെ ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരത്തിലാണ്. ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നില്ല. പക്ഷെ കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് വലിയ വലിയ കലാപരിപാടികളടക്കം സംഘടിപ്പിച്ച് സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കാൻ മുഖ്യമന്ത്രിയുടെ കയ്യിൽ പണമുണ്ട്. ഈ ദാരുണമായ അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. പട്ടിണിയും പരിവട്ടവുമാണ്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാൻ പോലും ഖജനാവിലെ പണം തികയുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരികയായി. ഒരു തദ്ദേശ സ്ഥാപനത്തിലും ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല. ഒരു നയ പൈസയുടെ ഫണ്ടില്ല. ഉച്ചക്കഞ്ഞി കൊടുക്കാൻ, കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാനുള്ള പണം മുടങ്ങുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. സമ്പൂർണമായി തകർന്ന് തരിപ്പണമായ ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം കൈയച്ച് നൽകുന്നത് കൊണ്ട് മാത്രമാണ് കേരളത്തിന് കഞ്ഞികുടി മുട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതിന് കാരണം. സ്വന്തമായ ഒന്നുമില്ലാത്ത, ഒരു പദ്ധതിയുമില്ലാത്ത, ഒരു വരുമാന മാർഗവുമില്ലാത്ത, എല്ലാത്തിനും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സമ്പൂർണ്ണ പരാശ്രയ സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പിണറായി വിജയൻ സർക്കാർ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പുറത്ത് ഇതെല്ലാം ചോദ്യം ചെയ്യേണ്ട ചില ആളുകളുണ്ട്. നിയമസഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷം. അവർ സർക്കാരിന്റെ ബി ടീമിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നാട്ടുകാരനാണല്ലോ പ്രതിപക്ഷ നേതാവ്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല, സതീശനെ വിളിച്ചില്ല എന്നതിന് വലിയൊരു ആക്ഷേപമുണ്ടായി. ഞങ്ങളന്ന് പറഞ്ഞു, സതീശനെ പ്രതിപക്ഷ നേതാവായിട്ട് മുഖ്യമന്ത്രിയും കണക്കാക്കിയിട്ടില്ല, ഈ നാട്ടിലെ ജനങ്ങളും കണക്കാക്കിയിട്ടില്ല. അദ്ദേഹം സർക്കാരിലെ ഒരു അംഗത്തെ പോലെയാണ് പെരുമാറുന്നത്. കേന്ദ്രത്തിനെതിരെ കുറ്റം പറയാൻ മാത്രമേ അദ്ദേഹത്തിന്റെ നാവ് പൊന്തുകയുള്ളൂ. പിണറായി വിജയന്റെ അഴിമതിക്കെതിരായി, കൊള്ളക്കെതിരായി, ജനദ്രോഹ നയങ്ങൾക്കെതിരായി, വികസന വിരുദ്ധതയ്ക്കെതിരായി ഒരു ബദൽ മുന്നോട്ട് വെക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഒരു എതിരഭിപ്രായം പറയാനും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ദുർഘടാവസ്ഥയിലായിരിക്കുകയാണ് കേരളം. വികസിത കേരളം എന്നുള്ളത് മലയാളികളുടെ ഒരു സ്വപ്നമായി മാറിയിരിക്കുമ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ മോദി സർക്കാർ ഈ രാജ്യം ഭരിക്കുമ്പോ കേരളത്തിലും വികസിക്കാൻ കഴിയും, കേരളത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, അതിനാവശ്യമായ ഒരു രാഷ്ട്രീയ മാറ്റം ഇവിടെ ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയുമായി ജനങ്ങളെ സമീപിക്കുന്നത്. സലീഷിനെ പോലുള്ള നമ്മുടെ പ്രിയങ്കരായ നേതാക്കന്മാരുടെ ഓർമ്മകൾ ഇന്നും ഇവിടെ ഇന്നലെയും ഇവിടെ ഒരു യുവ നേതാവ്, നമ്മുടെ പറവൂരിൽ അനൂപ് ശിവൻ എന്ന് പറയുന്ന ഒരു യുവ നേതാവ് മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മരണപ്പെട്ടു പോയ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തന്റെ ആയുസ് മുഴുവൻ പ്രവർത്തിച്ച് നമ്മുടെ കൂടെ ഇന്നില്ലാത്ത അത്തരം ആളുകളുടെ സ്വപ്നങ്ങൾ കേരളത്തിലും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള അഹോരാത്രം പരിശ്രമത്തിനാണ് കാലം നമ്മെ ആവശ്യപ്പെടുന്നത്. അതിനുള്ള ഒരു അവസരമായി ഈ അനുസ്മരണം മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.